അസ്സലാമലൈക്കും ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസിൻ്റെ ഫേബിയാണ്. അപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്, അതായത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത്രയും വലിയ ഗ്യാപ്പിൽ ഞാൻ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. അതായത് ഓൾമോസ്റ്റ് 2 months-ആയി ഞാനൊരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്തിട്ട്. ഇപ്പം പലരും ഇങ്ങനെ ഒറ്റ ആൾക്കാർ വന്ന് ചോദിക്കാൻ തുടങ്ങി, എന്താ വീഡിയോസ് ഇടാത്ത എന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് 2 മാസമായിട്ട്, 2 ഒരു 1.5 മാസമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു വീഡിയോ ഇട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇത് കുറേ ദിവസമായി ഗാലറിയിൽ കിടക്കുന്നത്. അതായത് മെയ് മന്തിൽ ഏകദേശം ഒരു മിഡിലായിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായത് നാട്ടിലേക്ക്. ആ ഒരു സമയത്തെടുത്ത വീഡിയോ ക്ലിപ്പിങ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും ഇനായും കൂടിയിട്ടായിരുന്നു നാട്ടിൽ പോയത്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് UAE വന്നു. പക്ഷേ എന്തോ എനിക്ക് വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു മെയ് മന്തിൽ ഞങ്ങൾ നാട്ടിൽ പോയതിന് കാരണം തന്നെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ടാണ് ആ ഒരു വീട്. അവിടെ തന്നെ അവരുടെ ബ്രദറിൻ്റെ മകൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസായി. പിന്നെ അവരവിടെ വന്ന് താമസം തുടങ്ങിയതിൽ പിന്നെ അത്യാവശ്യം ഇങ്ങനെ ഫാമിലി ഗാദറിങ്സും കാര്യങ്ങളും എല്ലാം ആയിട്ട് അങ്ങനെയുള്ള പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതിലങ്ങ് എൻഗേജ്ഡ് ആവും. പിന്നെയെന്ന് വെച്ചാൽ അതിനിടയിൽ അൽഹംദുലില്ലാ എൻ്റെ മോന് JEE അഡ്വാൻസും ക്രാക്ക് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നു. നല്ല റാങ്കിങ്ങോട് കൂടി തന്നെ അവന് JEE അഡ്വാൻസും കിട്ടി. IIT-യിലേക്ക് അഡ്മിഷൻ ഉറപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു സൈലത്തിലും. നിങ്ങൾ പലരുമായിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം അവൻ്റെ 2-3 വീഡിയോസെല്ലാം നല്ല വൈറലായിട്ടുണ്ടായിരുന്നു. സൈലത്തിലെ 3rd ടോപ്പറാണ് അവന്. അത്യാവശ്യം നല്ല റാങ്കിങ്ങോടുകൂടി തന്നെയാണ് അവന് IIT-യിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്, അൽഹംദുലില്ലാ. പിന്നെ അതിന് ശേഷം പിന്നെ അവനക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരാഗ്രഹമായിരുന്നു. കാരണം 2 വർഷമായല്ലോ അവിടെ നാട്ടിൽ ലോക്കായിട്ട്. അവന് ഇടയ്ക്ക് വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടെങ്കിലും പിന്നെ ഇപ്പം UAE പോയിട്ട് 2 വർഷം ആയതുകൊണ്ട് തന്നെ അവനിക്ക് കുറച്ച് ഇവിടെ വന്നിട്ട് നിൽക്കണം. ഇനിയിപ്പം IIT-യിലേക്ക് അഡ്മിഷൻ കിട്ടിയ സ്ഥിതിക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ ഓൺലൈനിലാണ് ചെയ്യേണ്ടത്. അവനിക്ക് ടോപ്പ് ടയറിൽ ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അതായത് ഒന്നുകിൽ പിന്നെ ഡൽഹി, പിന്നെ അതല്ലെങ്കിൽ ഹൈദരാബാദ്, മദ്രാസ്, ബോംബെ, ഇതിലേതെങ്കിലും ഒന്നായിരുന്നു അവൻ ആഗ്രഹിച്ചത്. അങ്ങനെ അതിലൊരെണ്ണം തന്നെ അൽഹംദുലില്ലാ അവനക്ക് കിട്ടി. അവന് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ നമ്മളിവിടെ UAE വന്നിട്ട് അത് ഓൺലൈനായിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 1 month ആയിരുന്നു നാട്ടിലുണ്ടായത്. അതിനിടയിൽ ഹസ്ബൻഡും നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവൻ്റെ എന്താ പറയുക, സൈലത്തുള്ള സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഹസ്ബൻഡ് പെട്ടെന്ന് അവിടെ നാട്ടിലേക്ക് പിന്നെ ആ ഒരു പരിപാടി കൂടാന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. വണ്ടി കയറേണ്ട താമസം അവനിതാ ഉറക്കം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ പോകുന്നതിനും കുറച്ച് മുൻപുള്ള, അതായത് പോകുന്നതിനോട് അടുപ്പിച്ചിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്ത വീഡിയോസൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായത് അബുദാബി ടു ബാംഗ്ലൂർ ആയിരുന്നു. അബുദാബി ടു കണ്ണൂർ ട്രാവൽ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ണൂരിലേക്ക് വെറും ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ അതേ റേറ്റ് തന്നെയാണ് ബാംഗ്ലൂരേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. ബാംഗ്ലൂരേക്കാണെങ്കിൽ നല്ല ഫ്ലൈറ്റ്സ് ആയിരുന്നു. പിന്നെ കണ്ണൂർ എക്സ്പ്രസ്സിന് തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടായിരുന്നു. അതേ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരേക്ക് നല്ല ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം. അതുകൊണ്ടാണ് ആ ഒരു റൂട്ട് ചൂസ് ചെയ്തത്. പിന്നെ എന്തായാലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളിത് ആലൈൻ മോളിലുള്ള നിഷാത്ത് ലിനനിൽ വന്നിരിക്കുകയാണ്. 1-2 ഡ്രസ്സ് എടുക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നത്. എനിക്കിഷ്ടപ്പെട്ടൊരു ബ്രാൻഡാണ് നിഷാത്ത് ലിനൻ, പാകിസ്ഥാനി ബ്രാൻഡാണ്. അലൈൻ മോളിലുള്ള ഔട്ട്ലെറ്റിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടാകാറുണ്ട്. അന്ന് ഞങ്ങളെ കൂടെ ഇനായൻ്റെ 2 ക്ലാസ്മേറ്റ്സും കൂടെ ഉണ്ടായിരുന്നു. അതായത് അവളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോകാനും എല്ലാം. പക്ഷെ സമ്മതിക്കാറില്ല. പിന്നെ പലപ്പോഴായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അന്നത്തെ ദിവസം ഞാൻ അവളോട് പറഞ്ഞു, നീ വേണമെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് വരുത്തിക്കുമെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ അവർക്കൊന്ന് അവർക്കൊന്ന് ജില്ലാക്കാലോ. അതുകൊണ്ട് ആ ഒരു പിന്നെ പ്ലാനിങ്ങിൽ അവളുടെ ഫ്രണ്ട്സിനെ അവിടെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അങ്ങനെ നെക്സ്റ്റ് ഡേ വീണ്ടും ചെറിയ പണികളുണ്ടായിരുന്നു. അതിനായിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാവലിംഗ് പ്ലാൻ ഇങ്ങനെയാണ്. അതായത് അലൈൻ ടു അബുദാബിയിൽ നിന്ന് നേരെ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക്. എനിക്കൊന്ന് 3.5 മണിക്കൂറായിരുന്നു ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉണ്ടായത് ടൈമിങ്. പിന്നെ അവിടുന്ന് പിന്നെ
ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റിലേക്കുള്ള ബസ്സാണ്. നമ്മുടെ വീടിൻ്റെ ആ ഒരു റോഡിലൂടെ തന്നെയാണ് ഈ ഒരു ബസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ എയർപോർട്ട് ചൂസ് ചെയ്യുന്നത് വലിയൊരു തടസ്സമായിട്ട് തോന്നാറില്ല. കാരണം ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിലും ഇത് മുൻപും വന്നിട്ടുണ്ട്. നമ്മൾ കാശ്മീർ പോയതും ബാംഗ്ലൂർ കണക്ട് ചെയ്തിട്ടായിരുന്നു. കാരണം വീടിൻ്റെ ആ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ബസ് കയറാം. പിന്നെ അതിലൂടെയാണ് ഈ വക ബസ്സുകളെല്ലാം തന്നെ പോകുന്നത്. നേരെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങാം. ഇങ്ങോട്ടാണെങ്കിലും നമുക്ക് ആ ഒരു ഭാഗത്ത് വന്നിട്ട് പിന്നെ ഇറങ്ങാൻ പറ്റും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല ട്രാവലിംഗ് ഒന്നും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. അവിടെ ആകുമ്പോൾ ആ ഒരു സമയത്ത് ഉപ്പയും ഉമ്മയും വന്ന് താമസിക്കും. പിന്നെ ഉപ്പ വന്നിട്ട് ഇപ്പോൾ കാറെടുത്ത് വന്നിട്ട് നമ്മുടെ എന്തായാലും ലഗേജൊക്കെ ഉണ്ടാവുമല്ലോ, വന്നിട്ട് പിക്ക് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനായിരുന്നു. അപ്പം ഇത് പോകുന്നതിന് മുൻപുള്ള കുറച്ച് ചില്ലറ ഷോപ്പിങ്സ് അതൊക്കെ ചെയ്തു. അങ്ങനെ ഇതാ ഞങ്ങൾ നെക്സ്റ്റ് ഡേ അബുദാബി എയർപോർട്ടിലേക്ക്. ഞാൻ ഇതൊന്നും എത്തിച്ചു വെച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഓൾമോസ്റ്റ് 1 മന്ത് മാത്രമേ നിന്നിട്ടുണ്ടായുള്ളൂ. ഞങ്ങളുടെ കൂടെ ഇഷാനും ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നിട്ട് പിന്നെ ഇനിയിപ്പം അവൻ്റെ അഡ്മിഷൻ ടൈം ആകുമ്പോഴേക്ക് തിരിച്ചു പോകണം. അപ്പോൾ അവൻ്റെ അഡ്മിഷൻ്റെ ടൈമിൽ അവൻ്റെ കൂടെ തന്നെ ഞാനും പോകേണ്ടി വരും. ഹസ്ബൻഡ് എന്തായാലും വരാൻ പറ്റില്ല. കാരണം അവനിപ്പം പോയി ജോയിൻ ചെയ്യുന്നത് പുതിയ സ്ഥലമാണ്, പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളും കൂടി അവിടുത്തെ എല്ലാം കണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്നതാണല്ലോ ഒരു സമാധാനം, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ കേട്ടോ. അഡ്മിഷനിലേക്ക് ടോട്ടൽ 5 അലോട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ചോയ്സ്, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട എഞ്ചിനീയറിംഗ് സ്ട്രീം, അതുപോലെ ഏത് IIT വേണം എന്നുള്ളതൊക്കെ നമുക്ക് ടോപ്പ് 5 കൊടുക്കാൻ പറ്റും. ടോപ്പ് 5 എന്നല്ല, ടോപ്പായിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ അവന് കൊടുത്തതൊക്കെ അങ്ങനത്തെ തന്നെ. കാരണം അത് പിന്നെ എന്താ പറയുക, നമ്മൾ നന്നായിട്ട് ഡിസൈഡ് ചെയ്യണം. അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം അത്യാവശ്യം കോംപ്ലിക്കേഷനാണ്. പിന്നെ കാരണം നമ്മൾ സാധാരണ ഒരു കോളേജിൽ എടുക്കുന്ന അഡ്മിഷൻ പോലെയല്ല IITയിലേക്ക് നമ്മൾ പിന്നെ ബ്രാഞ്ചും അതുപോലെ സ്ട്രീമും ഒക്കെ ചൂസ് ചെയ്യുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ അവനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവന് പിന്നെ ഇഷ്ടമുള്ളത് തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു പിന്നെ ലൊക്കേഷൻ മാത്രം എനിക്ക് കുറച്ച് നമുക്ക് ഏകദേശം അടുത്ത് നമുക്ക് ട്രാവലിങ്ങിനും എല്ലാം ഈസി ആയിട്ടൊരു ലൊക്കേഷൻ കിട്ടണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു, എൻ്റെ ആഗ്രഹമായിരുന്നു. അവനിക്ക് എവിടെയായാലും ഓക്കെ ആയിരുന്നു. അപ്പോൾ അവൻ്റെ ഇഷ്ടപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് ടോപ്പ് ടയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ടുള്ള ഡൽഹി, ഹൈദരാബാദ്, ബോംബെ, മദ്രാസ്, ഇതിലേതായാലും അവനിക്ക് ഓക്കെ ആയിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ അവനിക്ക് ഇഷ്ടമുള്ള ഒരു എൻജിനീയറിംഗ് സ്ട്രീം ഈ ടോപ്പ് ടയറിൽ വരുന്ന ഒരു പിന്നെ IIT തന്നെ അവനിക്ക് ചൂസ് ചെയ്യാൻ പറ്റി. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ തന്നെ അവനതങ്ങ് ഫ്രീസ് ചെയ്തു. എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ വരും വീഡിയോസിലൊക്കെ പറയാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞങ്ങളിതാ അൽഹംദുലില്ലാ അബുദാബി എയർപോർട്ടിലെത്തി. ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഗേറ്റിലേക്ക് വന്നു. അവിടെ നിന്നൊരു കോഫി ഷോപ്പിൽ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇനായ സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം നാട്ടിൽ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അവൾ പിന്നെ സ്കൂളും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ട്രാവലൊന്നും ചെയ്യുന്നില്ലല്ലോ. കഴിഞ്ഞ ഓഗസ്റ്റിൽ ട്രാവൽ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് ആൾ. ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി കുറച്ച് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കട്ടെ കേട്ടോ. അപ്പം എൻ്റെ ക്രോക്കറി ആയാലും അബായൻ്റെയും സൽവാർ കമീസും എല്ലാ ബിസിനസ്സും സൈഡിലൂടെ ഇങ്ങനെ റൺ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ക്രോക്കറീൻ്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്കിപ്പം സീ റൂട്ട് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് സാധനം എത്തിക്കൽ ഭയങ്കര ശരിക്ക് ടാസ്ക് ആയിട്ടുണ്ട്. അതായത് ഞാൻ ആ ഒരു ഇവിടെ വാർ സിറ്റുവേഷൻ വരുന്നതിന് തൊട്ട് മുൻപ് സ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ഇപ്പോഴും ഇവിടെ UAEയിൽ കിടപ്പുണ്ട്.
അത്യാവശ്യം നല്ല സ്റ്റോക്കായിരുന്നു ഉണ്ടായത്. അതെനിക്കിതുവരെ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല, കാരണം സീ റൂട്ട് ബ്ലോക്കാണല്ലോ. അപ്പോൾ അത്യാവശ്യമുള്ളത് ഞങ്ങളിപ്പം എയറിലാണ് ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഹൗസ് വാമിങ്ങിൻ്റെ ഓർഡേഴ്സ് എല്ലാം യൂഷ്വലി ഞാൻ എയറിൽ തന്നെയാണ് അയക്കാറ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ അബായാസ് നാട്ടിലേക്ക് എത്തിക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം അതെല്ലാം നമുക്ക് നമ്മുടെ എയർ വഴി തന്നെ അയക്കാറ്. പക്ഷേ സീ റൂട്ട് മെയിൻലി ഇങ്ങനെ ബൾക്കായിട്ട് സാധനം അയക്കുന്നതെല്ലാം തന്നെ സീ റൂട്ടിലൂടെ ആയിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പം ബ്ലോക്ക് ആയതിൻ്റെ പേരിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് അത് വേറെ സോഴ്സിലൂടെ സാധനങ്ങൾ നാട്ടിലെത്തിക്കാൻ പിന്നെ ശ്രമമായിരുന്നു. ഇത്രയും ദിവസം കുറേ ഐറ്റംസ് നാട്ടിലെത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇനി അങ്ങോട്ട് ആക്റ്റീവ് ആകാനുള്ള ഒരു മെയിൻ കാരണം അത് കൂടിയാണ്. കാരണം എനിക്ക് എന്തായാലും എൻ്റെ പ്രോഡക്ട്സ് ഞാനെല്ലാം തന്നെ മാർക്കറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ത്രൂ ആണ്. ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് സംഭവങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ട്രെൻഡിയോളിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാം ത്രൂ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ സൽവാർ കമീസ് ആയാലും അബായാസ് ആയാലും അതിൻ്റെ എല്ലാം ഒരു വഴിയിലൂടെ അങ്ങ് നടക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം ത്രൂ. പക്ഷേ യൂട്യൂബിൽ ആക്റ്റീവ് ആകാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കൂടുതലും ഷെയർ ചെയ്യുന്നത് ബൾക്കായിട്ട് സ്റ്റോക്ക് ചെയ്തിട്ട് നാട്ടിൽ ഉള്ള സ്റ്റോക്കുകളാണ്. പക്ഷേ അവിടെ നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ആക്റ്റീവായിട്ടത് ഷെയർ ചെയ്യാത്തത്. ഇപ്പോൾ വേറെ പല സോഴ്സിലൂടെയും ഞാൻ സാധനങ്ങൾ നാട്ടിലേക്ക് പുതിയ പ്രോഡക്റ്റ്സ് എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല അൽഹംദുലില്ലാഹ് ഒരു ഹാപ്പി ന്യൂസ് ഇതാണ്, എൻ്റെ വെബ്സൈറ്റിൻ്റെ പണി പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്ക് വെബ്സൈറ്റ് ത്രൂ തന്നെ എൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ പർച്ചേസ് ചെയ്യാം. അവിടെ സ്റ്റോക്ക് റെഡിയുള്ള ഐറ്റംസാണ് ഞാൻ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പം നാട്ടിൽ സ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് അതെല്ലാം ഇനിയിപ്പോൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പേയ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് അത് ത്രൂ തന്നെ ചെയ്യാം. എന്തായാലും വരും വീഡിയോസിൽ അതിൻ്റെ എല്ലാം തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വന്നു. ആ സെയിം ടെർമിനലിൽ തന്നെയായിരുന്നു നമുക്ക് കയറാനുള്ള ബസ് ഉണ്ടായത്. ഇതാണ് ആ ഒരു ബസ്. എസ്റ്റീം ട്രാവൽസിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. നല്ല സൗകര്യമുള്ള ബസ്സായിരുന്നു. സെമി സ്ലീപ്പർ സീറ്റ്സ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. ഇതിൽ കൂടുതലും ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്നവരായിരുന്നു ഈ ഒരു ബസ്സിൽ. സെമി സ്ലീപ്പറായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ഞങ്ങൾക്ക് ആ ഒരു ടൈമിൽ ആ ഒരു സീറ്റാണ് കിട്ടിയിട്ടുണ്ടായത്. എന്തായാലും നല്ല കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്തു. ഏകദേശം ഒരു മിഡിലെത്തിയപ്പം അവർ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഡിന്നർ കഴിക്കേണ്ടവർക്ക് ആ സമയത്ത് അവിടെ നിന്ന് കഴിക്കാം. അങ്ങനെ പിന്നെ 1-2 തവണ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു റിഫ്രഷ്മെൻറ്റിനും എല്ലാത്തിനായിട്ട്. മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് 150 മീറ്ററൊക്കെ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് ഉള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പ വന്നിട്ട് പിക്ക് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാറെടുത്ത് വന്നു. പിന്നെ ബസ് നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ തന്നെ സ്റ്റോപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം എളുപ്പമായിരുന്നു. അത്യാവശ്യം ലഗേജ് പെൻ്റെയും ഇനായൻ്റെയും കൂടിയിട്ട് ലഗേജസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വണ്ടിയിലേക്ക് വെച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. പിന്നെ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും കാത്തിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത്. വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.